ഹൈഫോക്കസ് ക്യാമറകളുടെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ക്യാമറയുടെ IP അഡ്രസ് മാറ്റുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. 103 ഫേംവെയർ പതിപ്പിൽ നിന്ന് 107ലേക്ക് മാറ്റുന്നതിലൂടെ ക്യാമറയുടെ IP അഡ്രസ് മാറാതെ നിലനിർത്താൻ സാധിക്കും. പ്രധാന നടപടികൾ: ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക. ആദ്യം നിങ്ങളുടെ ലാപ്ടോപ്പിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഓഫ് ചെയ്യുക. നെറ്റ്ഡെവ് ടൂൾ ഉപയോഗിക്കുക. ക്യാമറ കണക്ഷൻ നൽകിയ ശേഷം നെറ്റ്ഡെവ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ലിസ്റ്റിൽ ക്യാമറകൾ കാണാൻ സാധിക്കും. IP മാറ്റാൻ ക്യാമറകൾ സെലക്ട് ചെയ്ത് മോഡിഫൈ IP എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പുതിയ IP സീരീസ് നൽകി മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ IP സെറ്റ് ചെയ്ത ശേഷം ക്യാമറകൾ വീണ്ടും സെലക്ട് ചെയ്ത് അപ്ഗ്രേഡ് എന്ന ബട്ടൺ അമർത്തുക. ഫയൽ സെലക്ഷൻ: നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ശരിയായ ബിൻ ഫയൽ തിരഞ്ഞെടുത്ത് അപ്ഗ്രേഡ് കൊടുക്കുക. ഇപ്പോൾ ഫേംവെയർ 103-ലാണുള്ളത്. നമ്മളത് ഫേംവെയർ 107ലേക്ക് മാറ്റാൻ പോവുകയാണ്. പൂർത്തീകരണം: അപ്ഡേറ്റ് പൂർത്തിയാകുന്നതുവരെ 100% ആകുന്നതുവരെ കാത്തിരിക്കുക. അപ്ഡേറ്റിന് ശേഷം ക്യാമറകൾ റീസ്റ്റാർട്ട് ആവുകയും പുതിയ IP സെറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഫേംവെയർ നമുക്ക് 107 മാറിയിട്ടുണ്ടാകും. ഫിൽമർ അപ്ഡേറ്റ് ചെയ്ത ശേഷം ക്യാമറ റീസ്റ്റാർട്ടായി ഓൺ ആയതിനു ശേഷം തിരികെ നമുക്ക് IP അഡ്രസ്സുകൾ കാണാൻ സാധിക്കും. വീണ്ടും നമ്മുടെ IPയിൽ നമുക്ക് ഏത് സീരീസ് ആണോ വേണ്ടത് ആ സീരീസിൽ നമ്മൾ മെത്തേഡ് നൽകി സെലക്ട് ഓൾ കൊടുത്ത് മോഡിഫൈ IP കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്ക് ഏത് IP ആണോ വേണ്ടത് അത് നൽകണം. ഇൻപുട്ട് നമുക്ക് ഏത് സീരീസ് ആണോ വേണ്ടത് അത് നൽകി മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ക്ലോസ് ചെയ്ത് നോക്കിയാൽ അത് തിരികെ റിഫ്രഷ് ആയി വരും. ക്യാമറ നമുക്ക് ഏത് സീരീസ് ആണോ വേണ്ടത് ആ സീരീസിലുള്ള IPയിൽ നമുക്ക് ക്യാമറകൾ ലഭിക്കും. എന്തെങ്കിലും കാരണവശാൽ ക്യാമറ പഴയ IPയിലേക്ക് തന്നെ മാറുന്നുണ്ടെങ്കിൽ ഇതേ രീതി ഉപയോഗിച്ച് വീണ്ടും IP മാറ്റാവുന്നതാണ്. ഈ ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം 103 എന്ന് കാണിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർ വേർഷൻ. ഈ 103 എന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ 107 എന്ന് മാറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അത് 107 എന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ഫിലിം അപ്ഡേറ്റ് ചെയ്ത ശേഷം 107 എന്ന് കാണിക്കുന്നത് തന്നെയാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അത് കൃത്യമായി നോക്കി അപ്ഡേറ്റ് ചെയ്യുക.